കഥകളിയുടെ ഹാഫ് ഫേസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പം ഹസ്ബൻഡ് ഇതുപോലെയുള്ള ക്രാഫ്റ്റ്സ് കാര്യങ്ങളും ഓരോന്നും ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കൂടുതൽ ടൂൾസും കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുന്ന ഹസ്ബൻഡാണ്. അപ്പം നല്ല സപ്പോർട്ടീവാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേ ആണ്. എന്തെങ്കിലും ഇതുപോലെയുള്ള ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പം അങ്ങനെ ഇതൊന്നും ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കഥകളിയുടെ ഫേസൊക്കെ ഡ്രസ്സിൽ ചെയ്യുന്നതാണ്. മുന്നേ ഞാനൊരു ഓണത്തിന് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. പിന്നെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ വീഡിയോ കണ്ടു നോക്കുക. ഏത് വരയ്ക്കാൻ അറിയാത്തവർക്കും എത്ര പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാം. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ക്ലോത്തിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇത് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ ഒരു A4 ഷീറ്റിൽ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഒരു പേപ്പറിലേക്ക് വരച്ചെടുക്കാം. ഇനി വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കെച്ച് ചെയ്തിട്ട് വരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് സ്കെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാനൊരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ മുന്നേ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഞാനിതായി കാണുന്ന ഈ കുർത്തയിൽ, ഈ വൈറ്റ് കുർത്തയിലാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അത് റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു യെല്ലോ കളർ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. കാരണം വൈറ്റ് കുർത്തയാണല്ലോ. നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ മറ്റേ കാർബൺ കോപ്പി പേപ്പർ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഷെയ്ഡ് ബ്ലൂ കളറൊക്കെ ആയിട്ട് അതിൽ വരും. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിലുള്ള പേപ്പർ എടുത്തിട്ട് വേണം സ്കെച്ച് ചെയ്യാൻ. അങ്ങനെ അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല ഡാർക്കിലായിട്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ വരയ്ക്കാൻ അറിയാത്തവർക്കുള്ളത്. ഞാനൊരു പേപ്പർ കോപ്പി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മുന്നേ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ ചെയ്ത് ശരിയായിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫോട്ടോസ്, നമ്മളെന്തായാലും ഫോട്ടോസ് ഏത് പിക്ചറാണോ വരയ്ക്കുന്നത് വെച്ചാൽ അത് നമ്മൾ ഗാലറിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ ആപ്പിൽ നിന്ന് ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ തന്നെ ലാസ്റ്റ് ഓപ്ഷനിൽ ആ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് സ്ക്രീൻ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ക്രീൻ ലോക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് ഫോണിൻ്റെ മുകളിൽ ഈ പേപ്പർ വെച്ചിട്ട് A4 ഷീറ്റ് വൈറ്റ് കളർ പേപ്പർ വെക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ആ പിക്ചർ നമുക്ക് മറ്റ് നമ്മൾ സ്ക്രീൻ ലോക്ക് ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടില്ല. അപ്പോൾ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക്. ഞാൻ ആ ആപ്പ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാനത് എടുത്തിട്ടില്ല. അങ്ങനെ അതും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് അത് ഞാൻ പറഞ്ഞു തന്നതുള്ളത്. അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കാര്യങ്ങളൊക്കെ ഫേസ്, പ്രത്യേകിച്ച് നമുക്ക് ഏതെങ്കിലും പിക്ചറിൻ്റെ ഫേസൊക്കെ വരയ്ക്കാനാവുമ്പം നല്ലതായിരിക്കും അത് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതാ പിക്ചർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഡ്രസ്സിന് നമ്മൾ നന്നായിട്ട് തന്നെ അത് ട്രേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ബോട്ട് ലൈന് വരച്ചു കൊടുക്കുന്നത്. ബോട്ട് ലൈന് വരച്ചു കൊടുക്കാനായതുകൊണ്ട് വളരെ തിന്നായിട്ടുള്ള ബ്രഷ് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക്കയുടെ അതാണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിതിൽ സാധാരണ ഫ്രെയിം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഫ്രെയിം ഇല്ലാതെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ മറ്റ് ഈ ബോട്ടിൽ ആർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിൽ കുറച്ച് വാട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്താലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ക്ലോത്തിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വാട്ടർ ഒഴിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആ ചെയ്യുന്ന സമയത്ത് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ക്ലോത്തിലേക്ക് സ്പ്രെഡായിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസൈൻ ആകെ
കൊളായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അതിന് കുറച്ചൊരു കട്ടിയുള്ളതാണ്, കുറച്ച് ലൂസാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ക്യാമലിൻ്റെ ഒരു മീഡിയം വൺ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻസി ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിതാ ഫുൾ ഔട്ട്ലൈൻ ഫുള്ളും ബ്ലാക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതും ഞാനത് ഡ്രൈ ആയതിനു ശേഷമാണ് അടുത്ത പെയിൻറ്റിങ് ഞാൻ ചെയ്ത് കളർ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് സമയം എന്തായാലും ഡ്രൈ ചെയ്യാൻ വെക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത കളർ യൂസ് ചെയ്യുമ്പോൾ അതിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഉണങ്ങാനുള്ള ഒരു ടൈം നമ്മൾ എന്തായാലും കാണണം. അങ്ങനെ ഞാൻ ഫേസ് ഫുള്ള് ഇപ്പോൾ അതൊരു ഗ്രീൻ കളറാണ് എടുക്കുന്നത്. മോനെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓനവിടെ കളിക്കായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇത് കണ്ടത്. അപ്പോൾ അവന് ഭയങ്കര പരാതി, അച്ഛൻ്റെ ഷർട്ടിൽ മാത്രമാണോ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ്റെ ഒരു ഷർട്ടിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേറൊരു ദിവസം ചെയ്യണം. അങ്ങനെ നമ്മൾ ഏതൊക്കെ കളർ യൂസ് ചെയ്യുന്നോ അതെല്ലാം നേരത്തെ ഒന്ന് തീരുമാനിച്ച് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കളറ് ഏതൊക്കെ സ്ഥലത്താണെന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം അടുത്ത കളർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ അത് ഞാൻ വൈറ്റ് കളർ ഇവിടെ താടീൻ്റെ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ അതിൻ്റെ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഒന്നെങ്കിൽ നല്ല കട്ടിയുള്ള പഴയ ഏതെങ്കിലും തുണിയോ അല്ലെങ്കിൽ കട്ടിയിലായിട്ട് പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോയിൽ ഞാനത് ക്ലോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ക്ലോത്ത് വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പറയാനും വിട്ടുപോയി, പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ അടിയിൽ ക്ലോത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. മെയിനായിട്ടുള്ള കാര്യമാണത്. അത് നമ്മൾ വിട്ടുപോകാനേ പാടില്ല. പിന്നെ നല്ലൊരു ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാവും. അപ്പോൾ നല്ലോണം നമ്മളിത് ഡ്രസ്സിൽ മെയിനായിട്ട് ചെയ്യുമ്പോൾ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ അതിന് ശേഷം ഞാനത് വൈറ്റ് ഡോട്ടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്ത ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് കളർ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കും. ഇടയിൽ മോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്, ഓരോരോ കളിയിലാണ്. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ ഒരു ഓറഞ്ച് കളറായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്നത്, പക്ഷേ എൻ്റെ കയ്യിൽ ഓറഞ്ച് കളർ തീർന്നു പോയി. അപ്പോൾ അതിന് ഞാനൊരു യെല്ലോ കളർ കുറച്ചും അതിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഓറഞ്ച് കളറാക്കി. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ചെറിയ ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് വലുത് വേണമെങ്കിൽ വലിയ രീതിയിൽ തന്നെ ചെയ്യാം. ഞാൻ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ല അത്ര ഹെവി ആയിട്ട് അല്ല വലിയതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരണം. പിന്നെ ഞാൻ ഇതിലുള്ള പാക്കിങ്ങിലാണ് ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം പാക്കിങ് കാര്യം എങ്ങനെ ഉണ്ടെന്നുള്ളതും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ പ്രസ് ചെയ്താലേ ഉള്ളൂ ഞാൻ അടുത്ത വീഡിയോസ് എല്ലാം ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അതിനെ അറിയിക്കണേ. അപ്പം ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.